ഹലോ ഗുഡ് മോർണിംഗ് KP ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 28, ഇന്ന് നമ്മളെ കുട്ടപ്പേൻ്റെയും മാളുവിൻ്റെയും ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്ക് അങ്ങനെ കാര്യമായ പരിപാടികളൊന്നുമില്ല, എന്നാലും രാവിലെ രണ്ടാളെയും വിഷ് ചെയ്തു, അവർ അമ്പലത്തിലെല്ലാം പോയി വന്നു. അപ്പോൾ ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്, അത് കൊടുക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ അതിന് മുന്നേ വേറെ എന്താ പറയാനില്ല വെച്ചാൽ എൻ്റെ ഫോണ് പോയി കേട്ടോ. എൻ്റെ ഫോൺ പോയി. ഇപ്പോൾ പ്രതിയാറിൻ്റെ ഫോണിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എപ്പാണ് ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. നമ്മളെ അപ്പൂട്ടിൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 22-നായിരുന്നു. അന്നെടുത്ത വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിന്, പക്ഷെ അത് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഫോണിന് ഭയങ്കര കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇപ്പം അത് ചത്തു, അത് ഓണാവുന്നേ ഇല്ല. ഇനിയിപ്പോൾ അത് ബാറ്ററി മാറ്റണം, അല്ലെങ്കിൽ പിന്നെ പുതിയ ഫോൺ വാങ്ങണം. ഇപ്പോഴൊന്നും നടക്കുമോയെന്ന് അറിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും പുതിയ ഫോൺ വാങ്ങുമോ അല്ലെങ്കിൽ ഇത് നന്നാക്കുകയോ ചെയ്തിട്ടാകുമ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാനിപ്പം പ്രതിയാറിൻ്റെ ഫോണിൽ ഒന്ന് വീഡിയോ എടുത്ത് വെക്കുവാണ് കേട്ടോ. ഇപ്പോൾ എന്തായാലും നമ്മൾ അപ്പുറം പോയിട്ട് ഒന്ന് ഗിഫ്റ്റ് കൊടുത്തിട്ട് വരാം. പിന്നെ കേക്കിന് പറഞ്ഞിട്ടുണ്ട്, കേക്ക് വൈകുന്നേരമാണ് കട്ട് ചെയ്യുക. അപ്പം അങ്ങനെയല്ല, പുറത്ത് പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ഇന്ന് പോകുമെന്നറിയില്ല, ഇല്ലെങ്കിൽ നാളെ പോവും, അങ്ങനെയല്ല. അപ്പം എന്തായാലും നമുക്ക് പോയിട്ട് വരാം. പോരേ കുട്ടി, ബാ, അപ്പോൾ പോയിട്ട് വരാം. അങ്ങനെ നമ്മളിതാ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കാൻ പോവാണ്. നന്ദുവും പിന്നെ നമ്മളെ ഇദ്ദും സാർത്തോലും നേരത്തെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ദേവൂട്ടി പിന്നെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ ഗിഫ്റ്റ്, ഡ്രസ്സാണ്. അപ്പോൾ എന്താണ് വാങ്ങിയതെന്ന് ഞാൻ അവരിട്ടിട്ടാകുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഫോണിന് ചെറിയ എന്തോ ഒരു കലയുണ്ട് കേട്ടോ. അതായത് പ്രതിയുടെ ക്യാമറ ചെറുങ്ങനെ എന്തോ പൊട്ടിയിട്ടുണ്ട്, അതാണ് ഇടയ്ക്കൊരു കല വരുന്നത്. ഇപ്പം ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുമ്പം എൻ്റെ ഫോണിൽ തന്നെയാണ് അതിൻ്റെ ചെയ്യുന്നത്. എൻ്റെ ഫോൺ ഞാൻ നന്നാക്കി എടുത്തു. ആ പഴയ ഫോൺ തന്നെയാണ് കേട്ടോ, പുതിയത് വാങ്ങിയിട്ടൊന്നുമില്ല. അതെന്നെ നന്നാക്കി കിട്ടി. അങ്ങനെ ഇതാ ഞാനും അൻഷിയും കൂടെ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. ഓളും പറഞ്ഞിട്ടുണ്ടായിട്ട് പോകുമ്പോൾ വിളിക്കണേ, നമുക്ക് ഒരുമിച്ച് പോയി കൊടുക്കാൻ. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടെ പോവാണ്. അപ്പോൾ പ്രതിയാട്ടിനും ദൈവം അങ്ങ് എത്തി കേട്ടോ. എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുന്നതൊന്നും പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ അവർക്കായാലും അറിയുമായിരിക്കും. പിന്നെ നമ്മളെന്തായാലും കൊടുക്കലുണ്ട്, എല്ലാ വർഷവും കൊടുക്കലുണ്ട്. അതുകൊണ്ട് ഗിഫ്റ്റ് കിട്ടുന്നില്ല പ്രതീക്ഷ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് സർപ്രൈസ് എന്നൊന്നും പറയാൻ കഴിയില്ല. എന്നാലും എന്താണ് വാങ്ങിയതെന്നൊന്നും അവർക്കറിയില്ല. പിന്നെ എന്തായാലും എല്ലാ വർഷവും നമ്മൾ എന്തെങ്കിലും കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനാണെന്ന്. അങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇതാ വില്ലച്ചനും പിന്നെ വില്ലച്ചന്മാരും മക്കളും എല്ലാം പുറത്തന്നെ ഇരിക്കുന്നുണ്ട്. ഇതോട്ടിനെല്ലാം കട്ടിയെടുത്തിട്ട് ഭയങ്കര കളിയിലാണ് കേട്ടോ. കേക്ക് മുറിക്കുവാണെന്ന് ഇതോട്ടിന് അന്നേരം പറഞ്ഞേ. ഞാൻ പിന്നെ ചിലപ്പോൾ കോപ്പിറൈറ്റ് വരും, പിള്ളേരെ സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ പിന്നെ കമൻറ്റ് ബോക്സ് ചിലപ്പോൾ ഓഫായി പോവും. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഇതോട്ടിനടത് കേക്ക് ഹാപ്പി ബർത്ത്ഡേൻ്റെ കേക്കാണ് മുറിക്കുവാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ പ്രതീക്ഷായിട്ടും എത്തിയിട്ടുണ്ട്, അമ്മയും എത്തിയിട്ടുണ്ട്. അമ്മ എത്തിയില്ല, ഇപ്പോൾ എത്തും. അമ്മേനെ വെയിറ്റ് ചെയ്ത് നിൽക്കലാണ് നമ്മൾ, എന്നിട്ട് അമ്മ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇതാ അമ്മയും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറയത്തുനിന്ന് തന്നെ വേഗം ഗിഫ്റ്റെല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇവർ രാവിലെ അമ്പലത്തിലെല്ലാം പോയി വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ പുതിയ ഡ്രസ്സെല്ലാം രാവിലെ ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ ദേവൂനും ഇദ്ദൂനും അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു പിന്നെ ദേഷ്യം വന്നിട്ട് രണ്ടാളും വന്നിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇതാ നന്ദൂട്ടിയും സാർത്തുമാണ് ഗിഫ്റ്റ് കൊടുത്തത്. അവർ രണ്ടാളും ചൊടിച്ചിട്ട് അടിയടിയോ മൂലക്ക് പോയി ഇരിക്കുന്നുണ്ട്, അവർ വന്നിട്ടില്ല. അപ്പോൾ സാർത്തോട്ടിന് ഇതാ കൊടുക്കുമ്പോൾ തന്നെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവർ കൊടുത്ത ഡ്രസ്സ്. പിന്നെ ഒരു കുട്ടാപ്പിക്കൊരു ടീഷർട്ടും മാളൂനൊരു ക്രോപ്പ് ടോപ്പ് പോലത്തെ ഒരു സംഭവം. അപ്പോൾ ഇതാ നല്ല ഭംഗിയുണ്ടല്ലേ അവർ ഇട്ടു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ നന്ദൂട്ടി കാർഡ് തയ്യാറാക്കിയിട്ടുണ്ടായിനെ, അങ്ങനെ അവൾ കാർഡും കൊടുത്തു. അപ്പോൾ ഇതാണ് ഒരു ഡ്രസ്സ്. പിന്നെ ഇതാ നമ്മളെ ട്വിൻ സ്റ്റാർസിന് ഞാൻ ഒരേപോലത്തെ ഡ്രസ്സാണ് കേട്ടോ വാങ്ങിക്കൊടുത്തത്. മാളൂന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവർക്ക് രണ്ടാൾക്കും ഒരുപോലത്തെ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓളിങ്ങനെ പറയും, ഈ കുട്ടാപ്പി നിൽക്കാനിട്ടാണ് നമുക്ക് ഒരുപോലത്തെ ഇടായിരുന്നു എന്നെല്ലാം പറയലുണ്ട്. അങ്ങനെ ഞാൻ അവർക്ക് ഒരുപോലത്തെ സെയിം ഡ്രസ്സ് എടുത്തു കൊടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതാ കുറച്ച് ഫോട്ടോഷൂട്ടെല്ലാം എടുത്തു. ഫോട്ടോഷൂട്ടെല്ലാം നടത്തി. നമ്മളെല്ലാവരും ഇങ്ങനെ ഒന്നിച്ച് കിട്ടുമ്പോഴല്ലേ ഇതുപോലെയുള്ള ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. അച്ഛൻ ഉണ്ടായിട്ടില്ല കേട്ടോ, അച്ഛനപ്പുറം അമ്മമ്മേൻ്റെ വീട്ടിലേ ഉള്ളത്. അതുകൊണ്ട് അച്ഛൻ ഇതിൻ്റെ അകത്ത് മിസ്സായിട്ടുണ്ട്. ബാക്കി അമ്മയും മക്കളും മരുമക്കളും പിള്ളേരും എല്ലാവരും ഉണ്ട്. അങ്ങനെ ഫോട്ടോ എല്ലാം എടുത്തു. അതിൻ്റെ ഇടയിലാണ് നമ്മളെ കുട്ടാപ്പി സർപ്രൈസ് ആയിട്ട് നമ്മളെ മാളുവിന് ഗിഫ്റ്റ് കൊടുത്തത് കേട്ടോ. മാളു ഇത് പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിട്ടില്ല. അപ്പം മാളു പറഞ്ഞു, അയ്യോ ഞാനൊന്നും വാങ്ങിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷമല്ലേ ഇവർ രണ്ടാളും വാങ്ങി വെച്ചിട്ടുണ്ടായിനെ, ഇപ്രാവശ്യം പക്ഷെ മാളു വാങ്ങിയിട്ടില്ല. എന്നിട്ട് മാളു പറഞ്ഞു, അയ്യോ ഞാൻ വാങ്ങിയിട്ടില്ല എല്ലാം പറഞ്ഞു. നമ്മൾ പറഞ്ഞു സാരമില്ല, കുഴപ്പമൊന്നുമില്ലാന്ന്. അങ്ങനെ നമ്മളെ മാളുവിന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാളു അത്രയും ഭയങ്കരമായിട്ട് ഇങ്ങനെ വായി തുറന്നത് സിൽക്ക് കണ്ടിട്ടാണ് കേട്ടോ, ഡയറി മിൽക്ക് സിൽക്ക്. അത് നമുക്ക് അങ്ങനെയൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ കുട്ടാപ്പി അത് കൊടുത്തേരം മാളുവിന് അത് ഭയങ്കര സന്തോഷമായി. അപ്പം കുട്ടാപ്പി ഇതാ ഒരു ലിപ് ബാമും പിന്നെ അതുപോലെ മോതിരവും കമ്മലും മാലയും അങ്ങനെയല്ലാന്ന് കേട്ടോ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിന്.
അപ്പോൾ ഗിഫ്റ്റ് എല്ലാം കൊടുത്തിട്ട് നമ്മൾ അപ്പുറത്തുനിന്ന് ഇങ്ങേക്ക് വന്നു കേട്ടാ. കുറേ സമയം അടിയിരുന്ന് എല്ലാവരും കൂടെ വർത്താനം പറഞ്ഞു, ഫോട്ടോ എടുത്തു. എല്ലാവരും ഒരുമിച്ച് കിട്ടിയതല്ലേ, അപ്പോൾ ഫോട്ടോസ് എല്ലാം എടുത്തു. പിന്നെ വന്നിട്ട് നമ്മളിതാ വേഗം പോകാൻ വേണ്ടി റെഡിയായി. അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് പ്ലാൻ ഇട്ടിട്ടാണ് പോകുന്നത്. എവിടുന്നാണ് കഴിക്കുന്നത് വെച്ചാൽ നമ്മൾ കള്ള് ഷാപ്പിൽ പോകാനാണ് കേട്ടോ പ്ലാൻ ഇട്ടിട്ടുണ്ടായിന്. ഇതുപോലെ ഏട്ടൻ വരുമ്പോൾ എല്ലാം നടക്കുക, നമ്മൾ ഇങ്ങനെ വെറൈറ്റി ഫുഡ് തേടിയിട്ട് ഇങ്ങനെ പോവുക. അപ്പോൾ പരിയാരത്തൊരു ടോഡി ലോഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അപ്പോൾ അവിടെ പോകാനാണ് പിന്നെ പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിയാലും പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവായിട്ട് റിവ്യൂ ഇട്ടിട്ടുണ്ടായിന്. അത് കണ്ടുകൊണ്ട് പിന്നെ ഒരു മടി, നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം പോകാനുണ്ട്. അപ്പം നമ്മൾ വണ്ടിയെല്ലാം എടുത്ത് അത്രയും ചിലവാക്കി പോയിട്ട് അഥവാ ഫുഡ് കൊണമില്ലെങ്കിൽ പിന്നെ വെറുതെ ആവൂലേ. അപ്പം നമ്മൾ വിചാരിച്ചു ആ ഭാഗത്ത് നമുക്കിനി എന്തെങ്കിലും പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അന്നേരം അവിടെ കയറി നോക്കാം. പിന്നെ നമുക്കിന്ന് വേറെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ പറശ്ശിനിയിൽ ബാവുപ്പറമ്പിൽ അവിടെ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അടുത്ത് നല്ല അടിപൊളി ഫുഡാണ്. അവിടെ നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വിചാരിച്ചു ഇന്നെന്തായാലും സ്ഥലം മാറ്റിപ്പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് പറശ്ശിനി ഭാഗത്ത് തന്നെ വേറെ കള്ള് ഷാപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഗൂഗിൾ നോക്കി പോകുന്നതാണ് കേട്ടോ. സ്ഥലമോ കാര്യങ്ങളോ നമുക്കറിയില്ല. പക്ഷെ പറശ്ശിനിയിൽ പോകുമ്പം ഒരു പാലമുണ്ട്, പിന്നെ പറശ്ശിനീൻ്റെ ആ പാലം കഴിഞ്ഞിട്ടാകുമ്പം ഒരു കള്ള് ഷാപ്പുണ്ട്. നാണിയൂർന്നാണോ പിന്നെ ഞാൻ ഗൂഗിളിൽ നോക്കിയ സമയത്ത് അത്യാവശ്യം നല്ല റിവ്യൂവും കാര്യങ്ങളെല്ലാം കണ്ടിട്ടാണ് പോയത്. നമ്മൾ ഇതുവരെ പോകാത്ത സ്ഥലമല്ലേ, അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പറശ്ശിനീൻ്റെ അടുത്ത് നോക്കുമ്പോൾ നമ്മളൊരു പാലം കാണൂലേ, ആ പാലത്തിലേക്ക് കൂടിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങ് ദൂരെ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അങ്ങ് ദൂരെ കാണുന്നതാണ് പറശ്ശിനി. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ആ പാലത്തിലേക്ക് പോകുമ്പം. അടിപൊളി വ്യൂ ആണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ പാലം കടന്ന് കഴിഞ്ഞിട്ടാകുമ്പം എങ്ങോട്ടേക്കാണ് പോകേണ്ടത് നമുക്ക് മനസ്സിലാവുന്നില്ല. 2 റോഡുണ്ട്. പിന്നെ ഗൂഗിൾ മാപ്പിൽ നോക്കിയാലും ശരിക്കും നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അങ്ങനെ പിന്നെ വണ്ടി അവിടെ നിർത്തിയിട്ട് പ്രതിയായിട്ട് നടന്ന് മുന്നോട്ട് പോയിട്ട് ആരോടോ ചോദിച്ചിട്ട് വന്നു. അപ്പോൾ കുറച്ച് മുന്നോട്ട് പോയപ്പാടന്നെ അതായി കേട്ടോ. അങ്ങോട്ടേക്ക് വണ്ടി പോവില്ല. വണ്ടി നമ്മൾ കുറച്ച് ഇങ്ങോട്ട് റോഡുമേൽ വെച്ചിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒരു തെങ്ങുംതോപ്പിൻ്റെ ഉള്ളിലേക്ക് കൂടിയല്ലാണേ അങ്ങോട്ട് പോകേണ്ടത്. അപ്പം നമുക്കിങ്ങനെ ഭയങ്കര മടിയാണ് നമുക്ക് കള്ള് ഷാപ്പിലേക്ക് പെണ്ണുങ്ങൾ പോകുകയെന്ന് പറയുമ്പോൾ. നമ്മളതുകൊണ്ട് ഇങ്ങനെ ഒരു മടിച്ച് ഇങ്ങനെ ബേക്കിൽ നടക്കുവാണേ. അവരെല്ലാം മുന്നിൽ പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകുമ്പോൾ കുറേ ലേഡീസെല്ലാം അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് തിരിച്ച് വരുന്നുണ്ട്. ഇപ്പം പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ലേഡീസ് പോകുന്നുണ്ടല്ലോ കള്ള് ഷാപ്പിൽ, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. നമ്മളായാലും ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ തെങ്ങുംതോപ്പും വാഴത്തോപ്പും എല്ലാം ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കൂടിയാണ് ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ളത്. അത്യാവശ്യം ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ആ കള്ള് ഷാപ്പ്. ഇതിൻ്റെ പേര് ഞാനിപ്പം പറഞ്ഞുതരാം. അവിടെ ബോർഡിൽ കണ്ടിട്ടുണ്ട്. നണിയൂറാണ് കേട്ടോ, നണിയൂർ. അപ്പോൾ കയറുമ്പോൾ തന്നെ ഇതുപോലെയാണ്. പിന്നെ പുറത്ത് ഒരുപാട് ഇരിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ ഇരുന്നോ, പിന്നെ പക്ഷേ ഫുഡ് നമ്മൾ തന്നെ നിങ്ങൾക്ക് തരും, നിങ്ങൾ പുറത്തായിരിക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ ഫുഡ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അകത്താണെങ്കിൽ ഭയങ്കര കള്ളിൻ്റെ സ്മെല്ലും കാര്യങ്ങളായിട്ട് നമുക്കങ്ങനെ ഇരിക്കാൻ തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിതാ പുറത്ത് അടിപൊളി ഇതാണ്, അറ്റ്മോസ്ഫിയറെല്ലാം സൂപ്പറാണ്. ഇരിക്കാനെല്ലാം ഇതേപോലെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടെല്ലാം വന്നിരിക്കാനെല്ലാം നല്ല അടിപൊളിയാണ്. ഒരുപാട് ചെറിയ പിള്ളേരാണ് കേട്ടോ അവിടെ കൂടുതലുണ്ടായത്. ആൺകുട്ടികളും പെൺകുട്ടികളെല്ലാം ഇങ്ങനെ ഗ്യാങ്ങായിട്ട് വന്നിട്ട് അങ്ങനെയാണ് ആൾക്കാരുണ്ടായത്. ഫാമിലീസെല്ലാം 1-2 ഫാമിലീസ് ഉണ്ടായിനെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഒരുവിധം സാധനങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പവും കപ്പയും മീൻകറിയും പിന്നെ പന്നിയോ താറാവോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. പിന്നെ ഒരു മീൻ വറുത്തതും അങ്ങനെയെല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടില്ല കേട്ടോ. നമ്മൾ വെറുതെ കഴിച്ചിട്ട് കള്ളത്തരം പറയണ്ടല്ലോ. നമുക്കായിരിക്കും അത്ര വലിയ ടേസ്റ്റോ കാര്യങ്ങൾ. ഒന്നാമത് ഫുഡ് തണിഞ്ഞു പോയിട്ടുണ്ടായിന്, ചൂടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ വാങ്ങിയതല്ല, എന്തോ ഭാഗ്യത്തിന് നമ്മളെല്ലാം ഓരോ പ്ലേറ്റ് വെച്ച് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് വാങ്ങിയത് നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിന്. ഫുഡ് വേസ്റ്റ് ആക്കുന്ന പരിപാടി നമുക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിയത് എല്ലാവരും കൂടെ അങ്ങ് കഴിച്ചിട്ടുണ്ടായിന്. പക്ഷേ അത് കഴിച്ചിട്ട് ആർക്കും ഒന്നും എത്തിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ പറശ്ശിനിയിൽ നിന്ന് നേരെ നമ്മൾ തളിപ്പറമ്പിലേക്ക് വന്നു. നമ്മളെ സ്ഥിരം സ്ഥലം നമ്മളെ ബാംബു ഫ്രഷിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പിന്നെ വേഗം അവർ ഒരു ടേബിൾ ഒഴിഞ്ഞായിരുന്നു നമുക്ക്
2 ടേബിളെല്ലാം ഒന്നിച്ചിട്ട് നമുക്കിത് സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നു. എന്നിട്ട് പിന്നെ എന്ത് ഫുഡ് കഴിക്കുന്നില്ലേ ആലോചനയിലായിരുന്നു. അപ്പോൾ മന്തി ഉണ്ട് എന്ന് കേട്ടാൽ ഇതുവരെ മന്തി കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ മന്തി കഴിക്കേണ്ട ആഗ്രഹം ഇപ്രാവശ്യം ഏട്ടൻ നടത്തി തന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, ചിക്കൻ ലോലിപോപ്പ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതും ഇതുപോലെ ഏട്ടൻ കൂട്ടിയിട്ട് പോയിട്ട് ചിക്കൻ ലോലിപോപ്പ് വാങ്ങി തന്നിട്ടുണ്ടായിന്. അങ്ങനെ ഇപ്രാവശ്യം മന്തി കഴിക്കണം എന്നുള്ള ആഗ്രഹം ഏട്ടൻ സാധിച്ചു തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മന്തി ഓർഡർ ചെയ്തു. പ്രതിയേട്ടൻ പൊറോട്ടയും ബീഫുമാണ് ഓർഡർ ചെയ്തത്. ഏട്ടൻ സാദാ ചോറാണ്, സാദാ ചോറും പിന്നെ ചില്ലി ചിക്കനുമാണ് ഓർഡർ ചെയ്തത്. നമ്മൾ പിന്നെ ഒരു മന്തി വാങ്ങിയിട്ട് എല്ലാവരും ഷെയർ ചെയ്തെടുക്കുകയത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു മന്തിൻ്റെ അകത്ത് 4 പീസാണ് ഉണ്ടാവുകയെന്ന് അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ 6 ആളുണ്ട്. നമ്മൾ പറഞ്ഞ് 2 പീസും കൂടെ എക്സ്ട്രാ വേണമെന്ന്. അപ്പോൾ സാധനം വരുമ്പോഴത്തേക്ക് വലിയ പീസല്ലേ. ലാസ്റ്റ് നമ്മൾ കഴിച്ച് വയറ് ഫുള്ളായി. ലാസ്റ്റ് ബാലൻസ് ഉള്ളതെല്ലാം നമ്മൾ പ്രതിയേട്ടനെ കൊണ്ട് കഴിപ്പിക്കുക ചെയ്തത് കേട്ടോ. കളയാൻ പറ്റൂലല്ലോ. പിന്നെ നമ്മളെ വീട്ടിൽ അമ്മയും പ്രതീക്ഷേട്ടനും എനിശയും പിള്ളേരെല്ലാം ഇല്ലേ, അമ്മമ്മയും ഉണ്ട്. അപ്പോൾ അവരാരും വന്നിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അവർക്കുള്ള ഫുഡെല്ലാം നമ്മൾ പാഴ്സൽ വാങ്ങി എന്നിട്ടാകുമ്പം നമ്മളിതാ നേരെ വീട്ടിലേക്ക് പോവാന്ന്. അതിൻ്റെ ഇടയിൽ കുഞ്ഞു ആവശ്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ടായിന്. പിന്നെ നമ്മളെ എവിടെയാണ് മന്നക്കേക്ക് പോകുമ്പം കേട്ടോ KPJ ഫ്രൂട്ട്സാണ്. അങ്ങനെ ഏട്ടൻ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഏട്ടൻ മാത്രമേ ഇറങ്ങിപ്പോയിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പം ഞാൻ ബാക്കിലിരുന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പം അതിൻ്റെ തൊട്ടിപ്പുറത്തുണ്ട് ഒരു ഫ്രൂട്ട് ഐസ് എന്ന് പറഞ്ഞിട്ട് ഒരു കട. അപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ നിന്നിട്ട് ഐസ് തിന്നുന്നേട്ടനെ. അത് കണ്ടുതരാൻ പിന്നെ എനിക്ക് ഭയങ്കര കൊതി. അങ്ങനെ ഞാൻ പിള്ളേരോട് പറഞ്ഞു, നിങ്ങൾ പോയി ചോദിച്ചിട്ട് വാ, എത്രയാണ് പൈസ, 10 രൂപേൻ്റെ 20 രൂപേൻ്റെ എല്ലാം ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് വാ, നമുക്ക് വാങ്ങി തിന്നാന്ന് പറഞ്ഞു. അങ്ങനെ ഇത് മാളും നന്ദും കൂടിയാണ് ചോദിക്കാൻ പോയിട്ടുള്ളത്. അപ്പോൾ അവർ പോയി വന്നിട്ട് പറഞ്ഞു പിന്നെ 10 രൂപ ഐസ് ഉണ്ട്, 20-ൻ്റെ ഉണ്ട്, 25-ൻ്റെ ഉണ്ട്. ഐസ് മാത്രമേ ഇല്ലൂ കേട്ടോ, അവിടെ ഐസ്ക്രീം ഇല്ലാന്ന് തോന്നുന്നു, ഫുള്ള് ഐസാണ്. അങ്ങനെ അവർ ചോദിച്ചിട്ട് വന്നു. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ആരാ കുട്ടാപ്പിയും പ്രതിയേട്ടൻ പോയിനോമോ ആരോ പോയിട്ട് പിന്നെ ഐസ് വാങ്ങിയിട്ട് വന്നു കേട്ടോ. എന്തെല്ലോ ഫ്ലേവർ ഉണ്ടായിന്, വാട്ടർമെലൺ, പിന്നെ പിസ്ത, ചിക്കു, അങ്ങനെ മാംഗോ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിനെ. പക്ഷെ റേറ്റ് കൂടുതലായിരുന്നു. ചിക്കൂനും പിന്നെ മാംഗോ അതിനെല്ലാം 25-30 അങ്ങനെയായിട്ടുമായിരുന്നേ. പിന്നെ നമ്മളെന്തായാലും തൽക്കാലത്തേക്ക് 10-ൻ്റെ പിന്നെ ഐസ് വാങ്ങിയിട്ട് വന്നിട്ട് ഇതാ പ്രതിയേട്ടനും കുട്ടാപ്പിയും കൂടെ വാങ്ങാൻ പോയിട്ടുണ്ട്. അവരാദ്യം കൊണ്ടുവന്നത് മുന്തിരീൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഏട്ടൻ ഇതാ ഫ്രൂട്ട്സ് വാങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ഐസ് വാങ്ങാൻ പോയിട്ടുണ്ട്, അത് കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വണ്ടിയിൽ തന്നെ ഇരുന്നു. അപ്പോൾ ഏട്ടന് വേണ്ട കേട്ടോ, തണുപ്പ് പറ്റൂല. പിന്നെ നമുക്ക് എല്ലാവർക്കും ജലദോഷം ചുമയെല്ലാം ഉണ്ടായിരുന്നു, പേടിയുണ്ടായിന് തിന്നുമ്പം. എന്നാലും ആ മന്തിയെല്ലാം തിന്നേ ഒരു ഭയങ്കര ഒരു പരവേശം, ദാഹോ വല്ലാത്തൊരു ചൂടെടുക്കലും അങ്ങനെ ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഒരു ഐസ് തിന്നാലും ഒരു ആശ്വാസം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ നമ്മൾ പിന്നെ ഐസ് വാങ്ങാൻ പറഞ്ഞത്. അപ്പം എന്തായാലും പോയിട്ടുണ്ട്, ഇപ്പം കൊണ്ടുത്തരും. അല്ല ആദ്യം നമ്മൾ മുന്തിരീൻ്റെ അല്ല കേട്ടോ, ആദ്യം പിന്നെ പിസ്ത എങ്ങാനാ വാങ്ങിയ പച്ച കളറിൽ ഐസില്ലേ, അതാണ് വാങ്ങിയിട്ടുണ്ടായിനി. അങ്ങനെ കുട്ടാപ്പി ഇതാ നമുക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. പിന്നെ കാറിലാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ വേഗം പുറത്തിറങ്ങി എന്നിട്ട് പുറത്തുനിന്ന് തിന്നു. നല്ല തണുപ്പുണ്ടായിനി, പക്ഷെ നല്ലൊരു ആശ്വാസമായിരുന്നു കേട്ടോ. അങ്ങനെ ഇതെല്ലാവരും കൂടി ഇങ്ങനെ പിടിക്കുകയും നമുക്ക് ഫോട്ടോ എടുക്കാമല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ കുറേ സമയം ഫോട്ടോ എല്ലാം പിടിച്ചു. ഏട്ടൻ കഴിച്ചിട്ടുണ്ടായിട്ടില്ല, ബാക്കി എല്ലാവരും കഴിച്ചു. അങ്ങനെ നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏട്ടനും അടുത്തമ്മയും അവിടെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റ് കയറിയിട്ടുണ്ടായിനെ. അപ്പോൾ ഈ ഐസ് കഴിച്ച് കഴിഞ്ഞപ്പാട് നമുക്ക് വീണ്ടും കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഏട്ടനും അടുത്തമ്മയും പ്രതിയേട്ടനും സൂപ്പർ മാർക്കറ്റിൽ പോയി. നമ്മളെ കയ്യിലാണെങ്കിൽ പൈസയില്ല. അങ്ങനെ ഞാൻ എൻ്റെ ബാഗെല്ലാം തപ്പിപ്പിടിച്ച് ഒരു 50 രൂപ കിട്ടിയിട്ട് നമ്മൾ 5 ആളും മാത്രം വീണ്ടും ഓരോ ഐസും കൂടെ വാങ്ങി തന്നിട്ടുണ്ടായിന് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ ഞാനും ആളും കൂടി ഒന്ന് പിന്നെ എവിടെയാണ് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മളെ കുട്ടാപ്പിക്ക് ഗിഫ്റ്റ് വാങ്ങാൻ. അപ്പോൾ ഓന് പറ്റുന്ന ഗിഫ്റ്റൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അപ്പം ഓന് നമ്മളൊരു വലിയ ഡയറി മിൽക്ക് സിൽക്ക് വാങ്ങി 200 രൂപേൻ്റെ 195 രൂപേൻ്റെ സിൽക്കും വേറെ ഒരു മുട്ടായിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് മാളും ഇങ്ങനെ ഒളിപ്പിച്ച് കൊണ്ടുപോകുന്നത്. പക്ഷെ കൊണ്ടുപോകുമ്പം തന്നെ ഓന് കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ കുറുമാത്തൂരാണ് കേട്ടോ ഉള്ളത്. ഞാനും പ്രതിയേട്ടനെ കുട്ടാപ്പി ബാക്കി എല്ലാവരും അവിടെ ഒരു ചെരുപ്പൂടിയിൽ പോയിട്ടുണ്ടേ. അപ്പോൾ എൻ്റെ ഫോൺ നന്നാക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയതാണ്. അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാ പറയുക ഫോണിൻ്റെ എന്തോ എന്ന് പറഞ്ഞു, ബാറ്ററി ഷോർട്ടായിട്ടാണെന്നാണ് പറഞ്ഞത്. ബാറ്ററിയും ബോഡിയും തമ്മിൽ ഷോർട്ടായിട്ട് അങ്ങനെ ഇല്ല പോലും. അപ്പം എൻ്റെ ഫോണിൽ 1.5 കൊല്ലം മുന്നേ വെള്ളത്തിൽ വീണിട്ടുണ്ടായിന്. എന്നിട്ട് ഇത്രയും കാലം ഓടീന് കേട്ടോ. അപ്പോൾ ഇപ്പാണ് അതിന് കംപ്ലൈൻറ്റ് വന്നത്.
അങ്ങനെ നമ്മളും ആ ചെരുപ്പ് കടയിലേക്ക് പോവുമെന്ന് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ വെറുതെ അവിടെ വണ്ടിയിൽ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ പിന്നെ പോയി ചെരുപ്പ് നോക്കാം, 100 രൂപക്കെല്ലാം ചെരുപ്പ് ഉണ്ട് എന്ന് ഇൻസ്റ്റയിലെ റീലിൽ കണ്ടിന് കേട്ടോ. ഇത് നമ്മളെ കുറുമാത്തൂർ പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റ് തന്നെയാണ്. അങ്ങനെ പോയി പിന്നെ അവരവിടെ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിന്. അപ്പം നമ്മളും പോയി. അപ്പോൾ വലിയ നമുക്ക് പറ്റുന്ന അങ്ങനത്തെ ചെരുപ്പൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. 100 രൂപക്ക് ഇങ്ങനെ പിള്ളേർക്കെല്ലാം പറ്റുന്നത് ഉണ്ടായിനെ. പിന്നെ നമ്മളധികം നോക്കിയിട്ടില്ല, നമുക്കങ്ങനെ ചെരുപ്പിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. ഇപ്പാണ് പുതിയ ചെരുപ്പ് വാങ്ങിയത്. പിന്നെ നമ്മളെ ദേവൂട്ടിക്കൊരു ഷൂ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയച്ഛനൊക്കെ ദേവൂട്ടിക്കൊരു ഷൂ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളർ ഷൂ ഇതാണ് കേട്ടോ വാങ്ങിയത്. 100 രൂപയാണ്. അതെല്ലാം നല്ല ലാഭം തന്നെയാണ്, 100 രൂപക്ക് ആ ഷൂ എല്ലാം. പിന്നെ നന്ദു ആടുന്ന് ഇങ്ങനെ ഓരോ ചെരുപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വീട്ടിലിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലാസ്റ്റ് ദേവുവിനൊരു ഷൂവും നന്ദുവിന് ഒരു വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഒരു ചെരുപ്പുവാണേ വാങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ ആ ചെരുപ്പെല്ലാം നോക്കി കഴിയുമ്പോഴത്തേക്ക് അരമണിക്കൂർ കഴിഞ്ഞു. നമ്മൾ നേരെ ഇതാ ഫോണിൻ്റെ പീടികയിൽ പോയിട്ടുണ്ട്. നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് കറണ്ടും പോയി, അടുത്ത ജനറേറ്റർ ആണെങ്കിൽ ഓൺ ആവുന്നുമില്ല. അങ്ങനെ പിന്നെ എന്തായാലും ഫോൺ നമുക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഇതാ വൈകുന്നേരം നമ്മളെ മടപ്പുരക്കിൽ നമ്മളെ അമ്മമ്മേൻ്റെ വക പൈൻകുറ്റി ഉണ്ടായിനെ. അതുകൊണ്ട് വേഗം എത്തേണ്ടത് കൊണ്ട് ഫോൺ അവിടെ പീടികയിൽ കൊടുത്തിട്ട് നമ്മൾ വരുവാണ് ചെയ്തത്. പിന്നെ വന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സന്ധ്യക്ക് മടപ്പുരക്കിൽ പോയി ഇരിക്കലാന്ന് എല്ലാവരും കൂടെ. പൈൻകുറ്റി കഴിഞ്ഞിട്ട് നിർമ്മാല്യം വാങ്ങിയിട്ട് പിന്നെ നേരെ നമ്മൾ അപ്പുറത്തേക്ക് പോയി. അപ്പോൾ നമ്മൾ തളിപ്പറമ്പ് പോയ സമയത്ത് കേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതും എടുത്തിട്ട് നമ്മൾ വന്നു. പിസ്ത ഫ്ലേവർ കേക്കാണേ പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. നല്ല അടിപൊളി കേക്കല്ലായിരുന്നു. പിന്നെ ഡെക്കറേഷൻ അയച്ച് പറഞ്ഞിട്ടുണ്ടായിന്. എന്തോ ആർക്കും സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ എന്താണ് അത്ര അവർ വിചാരിച്ച പോലെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. എന്നാലും നല്ല അടിപൊളി കേക്കായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, നല്ല കേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ രണ്ടാളും കൂടെ കേക്കെല്ലാം കട്ട് ചെയ്തു. എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ, എല്ലാവരും ഉണ്ട് പുറകിൽ നിൽക്കുന്നത്, ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്ത് എല്ലാവരും ഉണ്ട്, പിള്ളേർ നോക്കി നിൽക്കുന്നത്. അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്തു. എല്ലാവരും കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഷെയർ ചെയ്തു. നല്ല കേക്കായിരുന്നു, സൂപ്പർ കേക്കായിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേക്ക്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് നട്ട്സും കാര്യങ്ങളും എല്ലാം ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിള്ളേർക്കും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്തമ്മ പായസം വെച്ചിട്ടുണ്ടായിന്, സേമിയ പായസം വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ സേമിയ പായസം കുടിച്ചു. അതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ പൃഥ്വിയുടെ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഫുൾ ടൈം ആ ഫോണും പിടിച്ച് എനിക്ക് നടക്കാൻ കഴിയില്ല. പൃഥ്വിയുടെ കോൾ വരുമ്പം അങ്ങനെ ഫോണും എടുത്ത് പോവും. അതുകൊണ്ട് തന്നെ കുറേ എനിക്ക് മിസ്സായി പോയിട്ടുണ്ടായിന്. പിന്നെ കിട്ടിയത്ര പോലെ മാത്രം ഞാൻ എടുക്കുകയാണ് ചെയ്തത്. അതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും കുറേ സമയം വർത്തമാനം പറഞ്ഞിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളൊരു കുഞ്ഞു വീഡിയോ. ഒരാഴ്ചക്ക് മുന്നേ എടുത്ത വീഡിയോ ആണ്. ഫോൺ കേടായത് കൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.